പാർട്ട് ബിയിലോട്ട് പോവാം. പാർട്ട് ബി അത്യാവശ്യം കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ നിങ്ങക്ക്? കൺഫ്യൂസിങ് അല്ല, ഷുവറാന്ന് വിചാരിച്ച ആൻസർ തെറ്റിപ്പോയത്. ഓക്കെ ഓക്കെ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഡസ് ദിസ് മാനുവൽ ടെൽ us about modern peripheral cannula? കിട്ടിയായിരുന്നോ ബീറ്റ? കിട്ടിയായിരുന്നു. ചെയ്യാവോ? അതായത് മെയ്ഡ് ഫ്രം പോളിയുത്രീൻ, അതാണ് ആൻസർ വന്നേക്കുന്നത്. അതിന്റെ മിഡിൽ ആയിട്ട് മോഡേൺ പെരിഫറൽ കാനുലാസ് ആർ മെയ്ഡ് ഫ്രം പോളിയുട്രീൻ, അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കീയിൽ ആൽഫ കണ്ടെയ്ൻ എ ഫ്ലാഷ് ബാക്ക് ചേംബർ, അത് പറഞ്ഞിരിക്കുന്നത് പെരിഫറൽ കാനുലയെ കുറിച്ചല്ല. അത് ഫസ്റ്റ് ഭാഗത്ത് നോക്കിക്കേ, മോസ്റ്റ് കാനുല ഓൾസോ കണ്ടെയ്ൻ എ ഫ്ലാഷ് ബാക്ക് ചേംബർ ഗിവിംഗ് ദ പർട്ടിക്കുലർ വിഷ്വൽ. അത് ഫസ്റ്റ് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാ കാനുലകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാനുലയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആർ മോർ നോൺ ഫ്ലെക്സിബിൾ, നോൺ ഫ്ലെക്സിബിൾ ആണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് ദ കാനുല ആർ മോർ ഫ്ലെക്സിബിൾ എന്നാ, നോൺ ഫ്ലെക്സിബിൾ എന്നല്ല പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ചാർലിയും എലിമിനേറ്റ് ചെയ്യാം. ബീറ്റ് ആൻസർ ആയിട്ടുള്ള ഡയറക്റ്റ് കൊടുത്തേക്കുന്നത് മോഡേൺ പെരിഫറൽ കാനുല ആർ മെയ്ഡ് ഫ്രം പോളിയുത്രീൻ, അതെടുക്കാം. ഇവിടെ മോഡേൺ പെരിഫറൽ കാനുലാസിനെ പറ്റി ഈ മാനുവലില് എന്താ പറഞ്ഞേക്കുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഓപ്ഷൻ എ കണ്ടെയ്ൻ എ ഫ്ലാഷ് ബാക്ക് ചേംബർ നമുക്ക് പറയുന്നുണ്ട്. സെക്കൻഡ് ലൈൻ ആയിട്ട് മോസ്റ്റ് കാനുലാസ് also contain a flashback chamber giving the practitioner visually confirmation that the cannula has entered the vein. ഇവിടെ നമ്മുടെ ആൽഫ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? മോസ്റ്റ് കാനുലാസിന്റെ കാര്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പെരിഫറൽ മോഡേൺ പെരിഫറൽ കാനുലാസ് ആണ്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആൽഫ. ദെൻ സി ആർ മോർ നോൺ ഫ്ലെക്സിബിൾ, നമുക്ക് ലാസ്റ്റ് സെക്കൻഡ് ലൈന് പറയുന്നുണ്ട് this is preferable to older materials such as PVC and Teflon, such as the cannula are more flexible, softer. അത് more flexible ആണ്, നോൺ ഫ്ലെക്സിബിൾ അല്ല, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? ബീറ്റയാണ്, മെയ്ഡ് ഫ്രം പോളിയുറൈത്രൈൻ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് തേർഡ് ലൈൻ ആയിട്ട്, മോഡേൺ പെരിഫറൽ കാനുലാസ് ആർ മെയ്ഡ് ഫ്രം പോളിയുറൈത്രൈൻ. കണ്ടോ എല്ലാരും ഫസ്റ്റ് വൺ ആൻസർ? കണ്ടു മാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആൻസർ പറയാവോ? സെക്കൻഡ് വൺ ആൻസർ. സെക്കൻഡ് വൺ സി, to minimize air embolism. ലൊക്കേറ്റ് ചെയ്തോ? ഈ ലാസ്റ്റ് ലൈനിൽ പറയുന്നു, the likelihood may be reduced by keeping likelihood may be reduced by keeping patient in head-on position and ensuring that the vein is open to the external environment for little time as possible. സന്ധ്യ അതെങ്ങനെയാ സ്റ്റെപ്സ് ആവുന്നേ? ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് എങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? സ്റ്റെപ്സ് ടു മിനിമൈസ് ദ ചാൻസ് ഓഫ് എയർ എംബോളിസം എന്നല്ലേ ആൻസർ വന്നേക്കുന്നേ. അത് ഇത് സ്റ്റെപ്സ് ആവോ ഈ ലാസ്റ്റ് ഭാഗം, ദ ലൈക്ക് ഫുഡ്? കാരണം എനിക്ക് കിട്ടിയത് ആൽഫയായിരുന്നു. വേസ് ടു ചെക്കിംഗ് വീനസ് ആക്സസ് ഹാസ് ബീൻ പ്ലേസ്ഡ് കറക്റ്റ്ലി. അതുമായിട്ടല്ലേ ഈ ലാസ്റ്റ് ഭാഗം? എനിക്ക് ആൽഫയമ്മ കിട്ടിയേ. ആൽഫ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് ഈ നോട്ടീസിലെ ഇൻഫർമേഷൻ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്. നോക്ക്, all forms of venous access but especially central access may cause air embolism which can have catastrophic consequence. അപ്പോ വീനസ് അസസ് അല്ലെങ്കിൽ സെൻട്രൽ അസസ് വഴി എന്തുണ്ടാകാം? എയർ എംബോളിസം ഉണ്ടാകാം. അതുമൂലം ഫാറ്റൽ കോൺസിക്വൻസും ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്.
This occur when air is aspirated in the vein during the procedure. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണം during the പ്രൊസീജിയറിൽ വെയിനിലോട്ട് എയർ ആസ്പിറേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ്. The air embolus can translocate the lungs. എന്ത് ചെയ്യുന്നുണ്ട്? ലങ്സിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും ഈ എയർ എംബോളസ്. And if the volume is sufficient, it can cause fatal cardiovascular and respiratory collapse. അപ്പോൾ കൊളാപ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇത് മൂലം. The likelihood may be reduced by keeping the patient in head down position. അപ്പോൾ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യുക? ഹെഡ് ഡൗൺ പൊസിഷൻ കൊടുക്കുക. And ensure that the vein is open to the external environment for as little time as possible. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലോട്ട് വെയിൻ ഇന്ത്യ ഓപ്പൺ ചെയ്യാനും പറയുന്നുണ്ട്. ഇനി ഓപ്ഷൻസ് ആൻസർ നമുക്ക് ചാർലിയാണ്. ഓപ്ഷൻ എ നോക്കുക. വേസ് ഓഫ് ചെക്കിംഗ് വീനസ് സക്സസ് ഹാസ് ബീൻ പ്ലേസ്ഡ് കറക്റ്റ്ലി. വീനസ് സക്സസ് കറക്റ്റ് ആണോ എന്ന് പ്ലേസ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യാനുള്ള വേസ് ഇവിടെ പറയുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യം? ഈ താഴെ പറയുന്ന അതല്ലേ മാം ഒരു കണക്കിന്? കാരണം ഇല്ലടാ, ഇവിടെ എയർ എംബോളിസം ഉണ്ടാകുന്നത് റെഡ്യൂസ് ചെയ്യാനുള്ള വേസ് ആണ് ലാസ്റ്റ് 3 ലൈൻസ് പറയുന്നത് കേട്ടോ. പിന്നെ ബി ഹൗ ടു അവോയ്ഡ് കോൺസിക്വൻസ് ഓഫ് എയർ എംബോളിസം. അവോയ്ഡ് ചെയ്യാനല്ല, മേ ബി റെഡ്യൂസ് ആകാം. ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഡൗൺ പൊസിഷനിലൊക്കെ കീപ്പ് ചെയ്താൽ റെഡ്യൂസ്ഡ് ആകാന്നേ പറയുന്നുള്ളൂ. മേ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പിന്നെ ആൻസർ സി, സ്റ്റെപ്പ് ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് എയർ എംബോളിസം. അതല്ലേ പറയുന്നത്, മേ ബി റെഡ്യൂസ്ഡ് ബൈ കീപ്പിംഗ് ദ പേഷ്യന്റ് ഇൻ ദ ഹെഡ് ഡൗൺ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് 3 ലൈൻസ്. അതൊരു സ്റ്റെപ്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പറയും, ഇത് ഇന്ന പോലെ ചെയ്യാ ഇന്ന പോലെ ചെയ്യാന്ന്. അതുകൊണ്ടാണ് ആൽഫ ചൂസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ആൽഫ പറയുന്നില്ല, ആൽഫ മെൻഷൻ ചെയ്യുന്നതേ ഇല്ല കേട്ടോ. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് ആ ഒരു ഹെഡ് ഡൗൺ പൊസിഷൻ ചെയ്യുന്നതും വെയിൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാം. ചാർലി. Third question, what does this extract from handbook tell us about the intraosseous space? അപ്പോ intraosseous space അയോനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നതെന്ന് കിട്ടിയോ നിങ്ങക്ക്? ആൽഫ കിട്ടിയായിരുന്നു. കൺസിസ്റ്റ് ഓഫ് സ്പോഞ്ചി കാൻസലസ് എപ്പിഫൈസിയൽ ബോൺ. പറയാ ഒരാള് ഇത്തിരി ആക്റ്റീവ് ആയിട്ട് പറയണേ. നിങ്ങൾ ഭയങ്കര ഉറക്കം തൂങ്ങിയാണൊക്കെ പറയരുതേ. അതായത് ആൻസർ വന്നിട്ട് കൺസിസ്റ്റ് ഓഫ് സ്പോഞ്ചി കാൻസലസ് എപ്പിസിയൽ ബോൺ ആണ്. അപ്പൊ ഫസ്റ്റ് ഭാഗത്ത് തന്നെ the intercostal space consists of spongy cancellous epiphyseal bone and the dyspharal medullary cavity. അവിടെ തന്നെ പറഞ്ഞ ആൻസർ അവിടെ നിർത്തുന്നുണ്ട്. ബീറ്റ പറയുന്നത് houses a vast collapsive veins. It's house a vast non collapsible എന്നാ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ആ നോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ബീറ്റ എലിമിനേറ്റ് ചെയ്യാം. ചാർലി പറയുന്നത് കൺസിസ്റ്റ് എ ഫിസൈൽ മെഡുലറി ക്യാവിറ്റി. ഇത് മെഡുലറി ക്യാവിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനൊരു മെഡുലറി ക്യാവിറ്റി എന്നാണ് പറയുന്നത്. അതെ. സോ നമുക്ക് ചാർലിയും എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ ആൻസർ എടുക്കാം ഫസ്റ്റ് ഭാഗത്ത് തന്നെ. ഓപ്ഷൻ ബി, ഹൗസസ് എ വാസ്റ്റ് കൊളാപ്സിബിൾ വീനസ് പ്ലെക്സസ്. നമുക്ക് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് ഇറ്റ് ഹൗസസ് എ വാസ്റ്റ് നോൺ കൊളാപ്സിബിൾ വീനസ് പ്ലെക്സസ് എന്ന്. അല്ലെ, നോൺ കൊളാപ്സിബിൾ ആണ്, കൊളാപ്സിബിൾ അല്ല. Then C, consists of facial medullary cavity. First line തന്നെ പറയുന്നുണ്ട് അയ്യോ സ്പേസ് consists of spongy cancellous epiphyseal bone and the diaphyseal medullary cavity. Diaphyseal ആണ്, സിയിൽ ഫൈസിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൽഫ consists of spongy cancellous epiphyseal bone from the first line. The intraosseous space consists of spongy cancellous epiphyseal bone and the diaphyseal medullary cavity. ഓക്കെ ആണോ കിട്ടാത്തവർക്ക്? Okay, ma'am. Third question, the purpose of this note about when verticalization is to? ചാർലി recommended a procedure in increase mobility. അതായത് ആ ഒരു പാസേജ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വെർട്ടിക്കലൈസേഷനെ കുറിച്ചാണ്. അത് എന്താണ് അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേക്കുന്ന മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ആൻസർ എടുക്കാം. ആൽഫ ഹെൽപ്പ് മാക്സിമൈസ് ദ എഫിഷ്യൻസി. ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എഫിഷ്യൻസി ഹെൽപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എഫിഷ്യൻസിയുടെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ ഗൈഡൻസ് സേഫ്റ്റി
ഓക്കെ. ബീറ്റ പറയുന്നത് ഗീവ് ഗൈഡ് ലൈൻസ് സെർട്ടൻ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. സേഫ്റ്റി പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഗൈഡ് ലൈൻസ് അതിനെ കുറിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മൊത്തത്തിൽ പറയുന്നത് റെക്കമെൻഡഡ് എ പ്രൊസീജിയർ ഇൻ ടു ഇൻക്രീസ് മൊബിലിറ്റി, എങ്ങനെ മൊബിലിറ്റിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഈ വെർട്ടിക്കലൈസേഷൻ വഴി എങ്ങനെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. സോ നമുക്ക് ആൻസർ ചാർലി എടുക്കാം. നമുക്ക് the term verticalization means a gradual change in the patient position to the vertical position. അതായത് വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ഒരു പേഷ്യന്റെ പൊസിഷനിലോട്ട് ഒരു ഗ്രാജുവൽ ചേഞ്ച്, അതിനെയാണ് ഈ വെർട്ടിക്കലൈസേഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. The physical load after each mobility restriction must be gradual and smooth. അപ്പോൾ ഈച്ച് മൊബിലിറ്റി റെസ്ട്രിക്ഷന് ശേഷവും ഫിസിക്കൽ ലോഡ് മസ്റ്റ് ആയിട്ടും ഗ്രാജുവൽ ആൻഡ് സ്മൂത്ത് ആയിരിക്കണം. അറ്റ് ഫസ്റ്റ് പ്രാക്ടീസ് സിറ്റിംഗ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സിറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ സ്റ്റാൻഡിങ് ബിസൈഡ് ദ ബെഡ്. നെക്സ്റ്റ് ദെൻ വാക്ക് അറൌണ്ട് ദ ബെഡ്. ദെൻ ലേറ്റർ ഇൻ ദ കോറിഡോർ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ മൊബിലിറ്റി എന്ത് ചെയ്യാനായിട്ട്? വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ദെൻ പേഷ്യന്റ് വെർട്ടിക്കലൈസേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ എ ഡോക്ടർ. അപ്പൊ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടറാണ്. The doctor sometimes also prescribe to measure the blood pressure and pulse. Example, before and after walking. ഇവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് the purpose of these not about verticalization. അപ്പൊ ഇതിന്റെ പർപ്പസ് ആണ്. ഓപ്ഷൻ എ ഹെൽപ്പ് മാക്സിമൈസ് ഈസ് എഫിക്കസി. അതായത് വെർട്ടിക്കലൈസേഷന്റെ എഫിക്കസി മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയൊന്നും പറയുന്നില്ല അല്ലെ? പറയുന്നില്ല. ഗിവ് ഗൈഡൻസ് ഓൺ സർട്ടൈൻ സേഫ്റ്റി പ്രൊസീജിയർ. ഒരു ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യല്ല. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മൊബിലിറ്റി ശേഷം ഫിസിക്കൽ ലോഡ് ഇംപ്രൂവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലൈൻ തൊട്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? ചാർലി റെക്കമെൻഡ് എ പ്രൊസീജിയർ ടു ഇൻക്രീസ് മൊബിലിറ്റി. ഉണ്ടെങ്കിൽ മനസ്സിലായോ? അത് മനസ്സിലായോ? കിട്ടിയില്ലായിരുന്നു. ഓക്കെ. Next question. The in Fowler's position, head are raised at an angle of. അപ്പൊ എത്രയായിട്ട് നമ്മൾ റൈസ് ചെയ്യണം ഫൗളേഴ്സ് പൊസിഷനില്? 45 to 90 എന്നാണ് ആൻസർ. ഐ മീൻ ഇവിടെ കൊടുത്തേക്കുന്നത്, എക്സ്ട്രാക്റ്റിൽ കൊടുത്തേക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45 ഡിഗ്രി എന്നാണ് ആൻസർ. കിട്ടി നിങ്ങൾക്ക്? അതെ അതെ. പക്ഷെ ആയിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ലേ? മോർ ദാൻ 45 ആയിട്ട് ഇല്ല. എന്താന്നറിയാവോ? നമുക്ക് മോർ ദാൻ 45 പറയുന്നത് എനിക്ക് ആൻസർ കിട്ടി. ഞാൻ കൂടുതലായിട്ട് ഇത് വേണ്ടിട്ട് ചോദിച്ചതാട്ടോ. മോർ ദാൻ 45 വരൂല. ഡൗട്ട് പറഞ്ഞുകൊടും. അതെ അതെ. അതായത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45 ആണ്. അതായത് 1/45 കുറവ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ലെസ് ദാൻ 45 എന്ന് പറയുമ്പോ എന്താണ്? കുറവ് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? മോർ ദാൻ 45 ബി കിടക്കുന്നത്. മോർ ദാൻ 45 അതിനകത്ത് വരത്തില്ല. മോർ ദാൻ 45 45നേക്കാളും കൂടുതൽ. കൂടുതലാണ്. 45നേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, ദ സിറ്റിംഗ് ഓർ സെമി സിറ്റിംഗ് പൊസിഷൻ ഓൺ ദ ബെഡ് വെൻ ദ പേഷ്യന്റ് ഹെഡ് ആൻഡ് ടോർസോ ആർ റൈസ്ഡ് ബൈ 50 to 45 ഡിഗ്രി. അപ്പൊ 15 മുതൽ 45 ഡിഗ്രി വരെ റൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 15 എന്ന് പറയുമ്പോൾ 45നേക്കാളും കുറവാണ്. 45 ഈക്വൽ ആയിട്ട് 45 പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചാർലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45. പിന്നെ ഹൈ ഫൗളേഴ്സ് പൊസിഷനിലാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 45 to 90. അപ്പൊ നമ്മുടെ വന്നിരിക്കുന്നത് ഫൗളേഴ്സ് പൊസിഷൻ ആണ്. അപ്പൊ നമുക്ക് ബീറ്റ എലിമിനേറ്റ് ചെയ്തിട്ട് ചാർലി എടുക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ 45 എന്ന് വെച്ചാൽ മാർക്ക് കൊടുത്തിട്ടില്ലേ, അത് ഈക്വൽ ടു വരുമ്പോ അത് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു വരുമ്പോ അത് ഉൾപ്പെടെ ബാക്കിയുള്ളത് വരുമ്പോ അത് ഉൾപ്പെടില്ല. ബിലോ 45 ആണെങ്കിൽ 45 ഉൾപ്പെടില്ല. വന്ന കൺഫ്യൂഷൻ എന്താണെന്നറിയോ? ചിലപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തെറ്റ് വരത്തില്ലേ? ചിലത് തെറ്റായി കൊടുക്കത്തില്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ പോലെ ഇത് ചിലപ്പോ ഇത് ലെസ് ദാൻ 45 ആയിരിക്കും എന്ന് ഞാൻ ആദ്യം ബീറ്റ മാർക്ക് ചെയ്തു. പിന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിച്ചു. Okay, sixth question. The guideline established that the healthcare professional should. Answer beta. കിട്ടിയോ നിങ്ങൾക്ക്? Yes, ma'am. Okay, ചെയ്തോ?
അവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് മാഡം, ആഫ്റ്റർ യൂസിങ് എ തെർമോജൽ പാഡ് ദ ഡിസ്പോസിബിൾ കവർ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ഓർ ദ റീയൂസബിൾ കവർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡേർട്ടി ലോണ്ടറി ബാഗ്. ഉം. അവിടെ നമുക്ക് ആൻസർ ബീറ്റ് ലൊക്കേറ്റ് ചെയ്യാം. ആ. പിന്നെ ആൽഫ എന്ന് Estimate പറയുന്നത് ആൽഫ പറയുന്നത് ഡിസ്പോസിബിൾ കവർ ഈസ് ഡിസ്പോസ്ഡ് ബിഫോർ യൂസിങ് എ തെർമോജൽ. ബിഫോർ എന്നല്ല, ആഫ്റ്റർ യൂസിങ് എ പാഡ് ആണ്. അപ്പൊ ആൽഫ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ചാർലി വന്നിട്ട് തെർമോജൽ പാഡ് ഈസ് ഡിസ്പോസ്ഡ് എന്നാണ്. പാഡ് ഡിസ്പോസിബിൾ കവർ ഡിസ്പോസ് ചെയ്യുന്ന കാര്യല്ലേ പറയുന്നത്. ആ. അപ്പൊ ഡയറക്റ്റ് റീയൂസബിൾ കവർ ഈസ് പ്ലേസ്ഡ് ഇൻ ഡേർട്ടി. അത് ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് എടുക്കാം. ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ആഫ്റ്റർ യൂസിങ് എ തെർമോജൽ പാഡ് ദ ഡിസ്പോസിബിൾ കവർ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ഓർ ദ റീയൂസബിൾ കവർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലോണ്ടറി ബാഗ്. ഓപ്ഷൻ എ, ഡിസ്പോസിബിൾ കവർ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ബിഫോർ യൂസിങ് എ തെർമോജൽ പാഡ്. ബിഫോർ യൂസിങ് അല്ല, ഇവിടെ ആഫ്റ്റർ യൂസിങ് ആണെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ലൈനായിട്ട് തന്നെ. പിന്നെ C, the thermogel pad is disposed of after using a thermogel pad. Thermogel pad അല്ല ഡിസ്പോസ് ചെയ്യേണ്ടത്, എന്താണ് ആ കവർ ആണ് ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഫസ്റ്റ് ലൈനിൽ നിന്ന് ആൻസർ എടുക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ പാർട്ട് ബി? Yes, ma'am.